സഹോദരങ്ങളെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ ജനനം ദൈവത്തിൻ്റെ നിർണയമാണ്, അനാദികാല നിർണയമാണ്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ അനാദികാല നിർണയമാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ ദാസനായ കോരേശിനെ ദൈവം ഓമന പേർ ചൊല്ലി വിളിച്ച് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം ഉണർത്തിയതുപോലെ ദൈവം നിങ്ങളെയും ഉണർത്തുന്ന സമയങ്ങൾ അതിവിദൂരമല്ല. നിങ്ങളെയും ദൈവം ഓമന പേർ ചൊല്ലി തന്നെയാണ് വിളിച്ചത്. നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരും മാന്യരുമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടിയാണ് തൻ്റെ പുത്രനായ യേശുവിനെ കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് മാനവകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. യേശു കർത്താവ് ജനിച്ചത് ബത്ലഹേമിലാണ്, വളർന്നത് നസറത്തിലാണ്. 30 വയസ്സുവരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി യേശു വീട്ടിൽ പാർക്കുകയാണ്. അപ്പോൾ തന്നെ പള്ളികളിൽ കടന്നുപോയി ശബത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നുണ്ട്, അവരോട് ഉപദേശം കൈക്കൊള്ളുന്നുണ്ട്. യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെ മനുഷ്യരെ കൃപയിലും മുതിർന്നു വന്നു എന്നെഴുതിയിട്ടുണ്ട്. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. അത്യുന്നതൻ്റെ ശക്തി അവൻ്റെ മേൽ നിഴലിട്ടു. ആകയാൽ ഉത്ഭവിച്ച വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെട്ടു. അതെ, നമ്മുടെ കർത്താവായ യേശു ദൈവപുത്രനാണ്, വിശുദ്ധ പ്രജയാണ്. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിൽ തന്നെയാണ്. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോൾ ജ്ഞാനത്തിലും കൃപയിലും വളർച്ചയിലുമൊക്കെ മുതിർന്നു വരികയാണ്. പിന്നെയും നമുക്ക് കാണാം, യോർദാൻ നദിയിൽ യോഹന്നാൻ്റെ കീഴിൽ സ്നാനമേറ്റ നമ്മുടെ കർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവെന്ന പോലെ ഇറങ്ങി വരികയാണ്. യേശു വീണ്ടും ആത്മാവിൽ നിറയുകയാണ്. ആത്മാവിനാൽ ജനിച്ചവൻ, ആത്മാവിൽ ജീവിച്ചവൻ ആത്മാവിൽ നിറയുകയാണ്. പിന്നെയും നാം കാണുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഗിരിയിലേക്ക് ചെല്ലുന്ന കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രത്തോളം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്. ഇന്ന് പകൽ എത്ര പേർ അതിനു വേണ്ടി ദാഹിക്കുന്നുണ്ട്? നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. യേശു നസറത്തിൽ വളരുമ്പോൾ അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്നുള്ള ഒരു ദൈവിക ആലോചനയുടെ നിവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. എന്നാൽ 30-ാമത്തെ വയസ്സിൽ നസറത്തിൽ നിന്നും അവൻ മറ്റുള്ള ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലും ഒക്കെ ചലിക്കുകയാണ്. അവൻ ലോകരക്ഷകനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ ദൈവിക പദ്ധതിയിലേക്ക് യേശു കർത്താവ് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ആത്മശക്തിയോടെ ചലിക്കുവാൻ തുടങ്ങി. അതെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി ശക്തിയോടെ വെളിപ്പെടുന്നത് നാം പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കുമ്പോഴാണ്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമുക്കൊരിക്കലും ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ദൈവ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിറയണം, ദൈവശക്തി ധരിക്കണം. കർത്താവ് പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിനെ നൽകും. യേശു ജ്ഞാനത്തിൽ മുതിർന്നു വന്നു, കൃപയിൽ മുതിർന്നു വന്നു. യേശുവിൻ്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ആലയത്തിലേക്ക് വന്നപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ അധികാരത്തോടെ സംസാരിച്ചുവെന്ന്. യേശു കർത്താവ് അധികാരത്തോടെ സംസാരിച്ചപ്പോൾ ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങി, ഭൂതങ്ങൾ വിട്ടുപോകുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു ശുശ്രൂഷയുണ്ട്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് അധികാരത്തിൻ്റെ ശുശ്രൂഷയാണ്, അത് അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയാണ്. അത് വെളിപ്പെട്ടു വരും. നിങ്ങൾ ആത്മാവിൽ നിറയണം. നിങ്ങൾ പരിശുദ്ധാത്മാവിനായി ദാഹിക്കണം. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്
എന്നാൽ നിങ്ങൾ വീണ്ടും ആഴമായി ആ ദൈവ സാന്നിധ്യത്തിൽ നിറയപ്പെടണം. യേശുവിനെ കർത്താവെന്ന് പറയുന്നത് പോലും പരിശുദ്ധാത്മാവിലാണ്. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ്, പക്ഷെ വീണ്ടും നിറയുകയാ, ശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെടുകയാ. അതെ, അങ്ങനെ ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവത്തെ കാത്തിരിക്കുക, പരിശുദ്ധാത്മാവിനായി കൊതിക്കുക, ആത്മാവിൽ നിറയപ്പെടുക, ശക്തി ധരിക്കുക, ദൈവത്തിൻ്റെ തിരിഹിതം നിറവേറുവാൻ ജീവിതത്തെ സമർപ്പിക്കുക. ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കാൻ പോകുന്നു. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ദൈവശക്തി ധരിക്കത്തക്കവണ്ണം പ്രാർത്ഥനയിലേക്ക്, ഉപവാസങ്ങളിലേക്ക്, ദൈവത്തോട് ചേർന്നിരിക്കത്തക്കവണ്ണം, പറ്റിയിരിക്കത്തക്കവണ്ണം ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങൾ മുൻപിലുണ്ട്. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് ആത്മനിറവിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ ആത്മാവിൽ നിറയും എന്ന് പറയാം. ആത്മാവിനെ നമുക്ക് കൊതിക്കാം. മൺനീർത്തോടിനായി കാക്ഷിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് കൊതിക്കാം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.